നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അണ്ടത്തോട് വീട് കയറി ആക്രമം, ഒരാൾക്ക് കുത്തേറ്റു, 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യമെന്ന് കുടുംബം. പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. പാറേമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. തിരുവത്ര അത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. അടയ്ക്കമോഷണം പതിവാക്കിയ 2 അംഗ സംഘം അറസ്റ്റിൽ. സിസിടിവി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം പോലീസ് പ്രതികളെ പിടികൂടിയത്. ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം അഗ്നിബാധ. മന്നലാംകുന്ന് പടിഞ്ഞാപ്പുറത്ത് ബാദുഷയുടെ പറമ്പിലെ തെങ്ങുകളും മാവിൻ തൈകളും കത്തിനശിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി. പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. വാർത്തകൾ വിശദമായി. അണ്ടത്തോട് വീട് കയറി ആക്രമം, ഒരാൾക്ക് കുത്തേറ്റു, 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് ബീച്ച് റോഡിൽ മേലിയിൽ വീട്ടിൽ ഷമീം, ആമിനു, റാബിയ, ബദ്രയും മുഗയുമായ ഷമീമിന്റെ പിതൃസഹോദരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷമീമിനാണ് കുത്തേറ്റിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. 2 ബൈക്കിലായി എത്തിയ 4 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫഹദ്, താനിഫ്, അസ്ലം, യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. അവരിന്നലെ വന്നിട്ട് ഈ സംഭവം നടത്തിയിട്ട് ഇവിടെ ഇറങ്ങി പോകുമ്പോ വീണ്ടും അവനെ ഞാൻ കൊല്ലും അറിഞ്ഞു. അപ്പൊ ഇക്കാനെ ഇതാക്കിട്ട് തന്നെയാണ് വന്നത് അല്ലേ? ഇക്കാനെ വെച്ചിട്ടാ വന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഇന്നലെ വടക്കേക്കാട് പോലീസ് കേസ് എടുത്തിട്ട് പോയി. ഇക്കാക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്? ഇക്കാക്ക് ബാക്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി താഴത്തേതിൽ കുഞ്ഞുമോഹന്റെ മകൻ 41 വയസ്സുള്ള അഭിലാഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. പെരുമ്പിലാവ് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ അഭിലാഷ് ഓടിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ അഭിലാഷിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അടയ്ക്കമോഷണം പതിവാക്കിയ 2 അംഗ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി വെളിയംകോട് സ്വദേശി കരിപ്പോട്ടയിൽ വീട്ടിൽ 37 വയസ്സുള്ള ഷാജഹാൻ, വടക്കേക്കാട് കല്ലൂർ സ്വദേശി മാളിയേക്കിൽ വീട്ടിൽ സുബി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 7-നും ഡിസംബർ 23-നും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അക്കിക്കാവ്, കാട്ടകാമ്പാൽ എന്നിവിടങ്ങളിൽ അടയ്ക്ക മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ കാട്ടകാമ്പാൽ സ്രായിക്കടവ് സ്വദേശി പകിടപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 32,000 രൂപ വില വരുന്ന 80 കിലോ അടയ്ക്ക പ്രതികൾ രാത്രി 1 മണിക്കും 5 മണിക്കുമിടയിൽ മോഷ്ടിച്ചു. അക്കിക്കാവ് സ്വദേശി കൊട്ടാരപ്പാട്ട് വീട്ടിൽ രാജചന്ദ്രന്റെ വീട്ടിൽ സൂക്ഷിച്ച 55 കിലോയോളം തൂക്കം വരുന്ന കൊട്ടടയ്ക്കയും മോഷണം പോയിരുന്നു. ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾക്കെതിരെ തൃത്താല പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയതിന് കേസ് നിലവിലുണ്ട്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ്, സുദൈവ്, ആശിഷ്, ശരത്ത്, സുജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ്, കുന്നംകുളം. കാട്ടകാമ്പാൽ സ്രായിൽ മേഖലയിൽ നിന്ന് അടയ്ക്ക മോഷ്ടിച്ചവരെ കുന്നംകുളം പോലീസ് പിടികൂടിയത് നാട്ടുകാർക്ക് ആശ്വാസമായി. പൊന്നാനി വെളിയംകോട് കരിപ്പോട്ടയിൽ വീട്ടിൽ ഷാജഹാൻ, വടക്കേക്കാട് കല്ലൂർ മാളിയേക്കിൽ വീട്ടിൽ സുബൈർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. സ്രായിൽ പകിടപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ നിന്ന് 2 തവണയായി 2 ലക്ഷം രൂപയുടെ അടയ്ക്കയാണ് മോഷണം പോയത്. പോർക്കുളം നോങ്ങല്ലൂരിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ അടയ്ക്കയും ഇവർ മോഷ്ടിച്ചിരുന്നു. പകൽ സമയത്ത് അടയ്ക്ക സൂക്ഷിച്ച വീടുകൾ നിരീക്ഷിച്ചതിനു ശേഷം രാത്രി കാറിലെത്തി ചാക്കുകളിലാക്കി കടത്തുകയാണ് ചെയ്യുന്നത്. മോഷ്ടിച്ച അടയ്ക്ക വിവിധ മാർക്കറ്റുകൾ വഴി വിറ്റഴിക്കുകയും ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ അതിർത്തിയായ കാട്ടകാമ്പാൽ സ്രായിൽ മേഖലയിൽ നിന്ന് തുടർച്ചയായി അടയ്ക്ക മോഷണം പോയതോടെ കർഷകർ ആശങ്കയിലായിരുന്നു. അടയ്ക്കയ്ക്ക് മികച്ച വില ലഭിക്കുന്ന സമയത്ത് മോഷണം വ്യാപകമായതോടെ പലരും അടയ്ക്കച്ചാക്കുകൾ കൂടുതൽ സുരക്ഷിതമായി സംരക്ഷിച്ചു തുടങ്ങിയിരുന്നു.
പാറയമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. വട്ടമാവ് സ്വദേശികളായ നീലിയാട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള അജിത്, 23 വയസ്സുള്ള ഫഹദ്, പെരുമ്പിലാവ് സ്വദേശി പൊക്കാരത്ത് വീട്ടിൽ 28 വയസ്സുള്ള മുസഫിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് തിരിച്ചതോടെ പുറകിലെത്തിയ ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര അത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. പുത്തൻ കടപ്പുറം സ്വദേശി കേരന്റകത്ത് ഇസ്മയിൽ മകൻ നൌഫലിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ മത്സ്യബന്ധനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡിലുള്ള ഡിവൈഡറിൽ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ നൌഫലിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി വീണ് അഗ്നിബാധ. മന്നലാംകുന്ന് പടിഞ്ഞാപ്പുറത്ത് ബാദുഷയുടെ തറവാട്ടുപറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ശക്തമായ കാറ്റിൽ തെങ്ങിൽപ്പെട്ട ഇലക്ട്രിക് ലൈനിൽ വീഴുകയും ലൈനുകൾ തമ്മിൽ കൂട്ടി ഉരസിയുള്ള തീപ്പൊരി വീണാണ് പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീ പടർന്നത്. നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘങ്ങൾ ചേർന്നാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. തെങ്ങുകളും മാവിൻ തൈകളും അഗ്നിബാധയിൽ നശിച്ചിട്ടുണ്ട്. വരവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി. ഇതിനെതിരെ പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. വിലക്കുറവിൽ പ്രധാന റോഡരികിൽ സ്ഥലം ലഭിക്കാൻ സാഹചര്യമുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ ബസ് റൂട്ടിൽ നിന്നും 180 മീറ്റർ ദൂരത്തിൽ വീതി കുറഞ്ഞ ഗതാഗത സൗകര്യമില്ലാത്ത സ്ഥലം വാങ്ങാനാണ് നീക്കം നടത്തുന്നത്. 50 സെന്റ് സ്ഥലമാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാന റോഡരികിൽ 1 സെന്റിന് 1,50,000 രൂപയ്ക്ക് സ്ഥലം നൽകാൻ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സെന്റിന് 1,40,000 രൂപ വിലയിട്ടിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ജില്ലാ കളക്ടർക്കും ജില്ലാ ഗവൺമെന്റ് പ്ലീഡർക്കും പഞ്ചായത്ത് അധികൃതർ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് ലഭിക്കേണ്ട ലാഭത്തിൽ ലഭിക്കേണ്ട ഒരു വസ്തു ഇത്രയും കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. പഞ്ചായത്ത് ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പഞ്ചായത്ത് റോഡിൻ്റെ ഇടുങ്ങിയ റോഡിൽ കൂടെ പോയിട്ട് വേണം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ. PW റോഡിൽ ഈ ഉള്ള സ്ഥലം 1,50,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും തരാൻ തയ്യാറാണെന്ന് കാണിച്ച് പഞ്ചായത്തിന് ഓഫർ ലെറ്റർ കിട്ടിയിട്ടും 1,40,000 രൂപയുടെ സ്ഥലം വാങ്ങിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത് അതിൽ എന്തോ സംതിങ് റോങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുതാര്യമായി നടത്തേണ്ട ഇടപാട് ഭരണപക്ഷവും ഉദ്യോഗസ്ഥരും കമ്മിറ്റിയുണ്ടാക്കി ചർച്ച ചെയ്യാതെ രഹസ്യമായാണ് നടത്തുന്നത്. ഈ നടപടിക്കെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ സ്വതന്ത്ര അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അമിത വില നൽകി സ്ഥലം വാങ്ങുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറാൻ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ അന്യായത്തിൽ താൻ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിന് സമീപത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. റോഡിനോട് ചേർന്നുള്ള കാനയ്ക്കടിയിലൂടെ കടന്നുപോകുന്ന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. ചിറനെല്ലൂരിലെ പമ്പ് ഹൌസിൽ നിന്നും ദിവസവും വെള്ളം അടിക്കുന്ന സമയങ്ങളിലാണ് കാനയ്ക്കിടയിലുള്ള വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. വെള്ളം ഒഴുകുന്നത് പുറത്തേക്ക് കാണാത്തതിനാൽ പൈപ്പ് പൊട്ടിയത് വാട്ടർ അതോറിറ്റി അധികാരികളുടെ ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല. ദിനംപ്രതി 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ VEO ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ഓഫീസറുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം. പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാടമ്പിത്തരമാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനെത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക. വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു. ശാരീരിക അവശതയുള്ളവരുൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് VEOയാണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ രേഖകൾ തയ്യാറാക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവയ്ക്കുക എന്നതും ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസറുടെ മുന്നിൽ നിൽക്കണം. ഓഫീസിന് അകത്തും പുറത്തും കസേരകൾ ഉണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന VEOയുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേരയിട്ടിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് VEO ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്
NS സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം NS സത്യൻ പഞ്ചായത്തിൽ ഒരാവശ്യവുമായി എത്തിയപ്പോൾ VOയുടെ മേശയ്ക്ക് മുന്നിൽ നിന്നും കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചുവെന്ന് സത്യൻ പറയുന്നു. കടങ്ങോട് VO ഓഫീസിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അത് വരുന്നവരെല്ലാം തന്നെ ശാരീരിക അവശതയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് VO. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല. എഗ്രിമെൻ്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. അത് ഗ്രാമസേവൻ്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനിവിടെ സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോഴാണ് നമ്മളവിടെ ഇരിക്കുകയും അതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വരികയും ഒരു കസേരയിട്ട് ആ പ്രശ്നം അങ്ങനെയാണ് അവിടെ ഇന്നലെ ആയിട്ടുള്ളത്. തുടർന്നും അത് സാഹചര്യം തുടരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയും ഇല്ലെങ്കിൽ അതിനാവശ്യമായ തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് NS സത്യൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. KP അരവിന്ദാക്ഷൻ ദിനവും തായങ്കാവ് നോർത്ത് ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഭരണാധികാരിക്ക് ചേരാത്ത വിധത്തിൽ നുണകൾ മാത്രം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് മോദിയുടെ രീതി. മോദി എന്ന ഭരണാധികാരി മൂലം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഇന്ത്യക്ക് തലകുനിക്കേണ്ടി വന്ന അനുഭവങ്ങളാണുള്ളത്. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലവസരം നൽകുമെന്ന് വീമ്പിളക്കിയ മോദി പുതിയ തൊഴിൽ നൽകിയില്ലെന്ന് മാത്രമല്ല ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പ്രിയപ്പെട്ടവർക്ക് തുച്ഛവിലയ്ക്ക് കൈമാറി. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ താറുമാറായി. ഉത്തരേന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയാത്ത ഇടങ്ങളാക്കി മാറ്റി. രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് 2024 തെരഞ്ഞെടുപ്പിൽ മോദി നടപ്പിലാക്കുന്നത്. CPIM-ഉം ഇടതുപക്ഷവും ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു. തായങ്കാവിൽ നടന്ന KP അരവിന്ദാക്ഷൻ ദിനാചരണ ചടങ്ങിൽ CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ അധ്യക്ഷനായി. തുടർന്ന് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിൽ ആ 2 സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് അതാണ് BJP നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനം. പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M ബാലാജി, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP റാഫേൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ നമ്പി എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പാറപ്പുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് PT ജോസ്, CD വാസുദേവൻ, M പീതാംബരൻ, CA ഗോപി, രമേശ് ചൂണ്ടൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് 15-ന് സമാപനമാകും. 1 വർഷക്കാലം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. സഹകാരി സംഗമങ്ങൾ, മുതിർന്ന സഹകാരികളെയും കർഷകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കൽ, ബാങ്ക് ഹെഡ് ഓഫീസിനോട് ചേർന്ന നീതി മെഡിക്കൽ സ്റ്റോറിന് തുടക്കം കുറിക്കൽ എന്നിവയും ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചിറനെല്ലൂരിലെ ബാങ്ക് ഹാളിൽ മുൻ പ്രതിപക്ഷ നേതാവും MLA-യുമായ രമേശ് ചെന്നിത്തല പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് P മാധവൻ അധ്യക്ഷനാകും. ബാങ്ക് സെക്രട്ടറി റീന പോൾ പ്ലാറ്റിനം ജൂബിലിയുടെ പദ്ധതി വിശദീകരണം നടത്തും. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ആശാപ്രവർത്തകരെയും സഹകരണ സംഘം തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജൂബിലി T കുര്യാക്കോസ് കലാകായിക പ്രതിഭകളെയും ആദരിക്കും. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചൂണ്ടൽ സ്വദേശി മണപ്പറമ്പിൽ മുരളീധരൻ, യാത്രക്കാരി ഗുരുവായൂർ സ്വദേശിനി പാലയൂർ വീട്ടിൽ സവിത, പെട്ടി ഓട്ടോ ഡ്രൈവർ പശ്ചിമ ബംഗാൾ സ്വദേശി പിന്റു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഔട്ടർ റിംഗ് റോഡിൽ അയ്യപ്പക്ഷേത്രത്തിന് സമീപം വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. പരിക്കേറ്റവരെ പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വേലൂർ യൂണിറ്റ് കൺവെൻഷനും പ്രതിഭാ സംഗമവും നടന്നു. വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ നടന്ന സംഗമം സാംസ്കാരിക പ്രവർത്തകനും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സുരേഷ് ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബിഞ്ചു ജേക്കബ് അധ്യക്ഷനായി. നന്മ ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ CD സൈമൺ മുഖ്യാതിഥിയായി. നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി സംഘടനാ വിശദീകരണം നടത്തി. കൺവെൻഷനോടൊപ്പം കലാരംഗത്ത് കഴിവ് തെളിയിച്ച പ്രതിഭാധനരായ സംഘകളി ആചാര്യനും ഫോക്ലോർ അവാർഡ് നേടിയ മൂത്തുമന പരമേശ്വരൻ നമ്പൂതിരി, കേശവൻ വെള്ളാറ്റഞ്ഞൂർ, ജോൺ കള്ളിയത്ത്, വിജയൻ വെങ്കിലശ്ശേരി, സുബ്രഹ്മണ്യൻ വേലൂർ, ദയാശീലൻ വേലൂർ എന്നിവരെ ആദരിച്ചു. PC പങ്കജം സ്വാഗതവും പുഷ്പാഗതൻ നന്ദിയും പറഞ്ഞു. മഹന്ത് മൗനയോഗി ഹരിനാരായണ സ്വാമി ആദിശങ്കര അദ്വൈത അഖാഡ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത സങ്കല്പ ഹവനത്തിൽ അഗ്നിസാക്ഷിയായി ശിഖാവർജ്യത്തിനും അഭിഷേകത്തിനും ശേഷം മഹന്ത് പദവി സ്വീകരിച്ചു. തുടർന്ന് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്ഥാനലബ്ധി പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിലെ സന്യാസിമാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും സന്യാസധർമ്മ പ്രചരണത്തിനും പ്രാമുഖ്യം കൊടുത്ത് പ്രവർത്തിക്കുമെന്ന് സ്ഥാനം ഏറ്റെടുത്ത് മഹന്ത് മൗനയോഗി സ്വാമി ഹരിനാരായണൻ പറഞ്ഞു. ചടങ്ങുകൾക്ക് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, വിശ്വകർമ്മ കുലപീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തുടർന്ന് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിയ ശേഷം എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കം കുറിച്ചു. രാത്രി 11 മണിയോടെ അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലിയും രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. രാത്രി 11-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. വികാരി ഫാദർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം മണ്ഡലത്തിലെ അംഗീകൃത വായനശാലകൾക്കായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. AC മൊയ്തീൻ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത്. പോർക്കുളം പഞ്ചായത്തിലെ പെങ്ങാമുക്ക് വായനശാലയ്ക്ക് പുസ്തകം കൈമാറി AC മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. 45 വായനശാലകൾക്കാണ് പുസ്തകങ്ങൾ നൽകിയത്. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്തലാൽ, TR ശോഭി, PI രാജേന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, പ്രസിഡന്റ് ബിജു, ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടന്നൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുകോഴികൾ ചത്തു. പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള 16 കോഴികളെയാണ് കഴുത്തൊടിഞ്ഞ് ചത്ത നിലയിൽ കണ്ടത്. വീടിനോട് ചേർന്നുള്ള കൂടിന്റെ ഇരുമ്പ് നെറ്റുകൾ തകർത്താണ് കോഴികളെ കൊന്നൊടുക്കിയിട്ടുള്ളത്. ഒരു ദിവസം പ്രായമായ കോഴിക്ക് 37 രൂപ നിരക്കിൽ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. 3 മാസം പ്രായവും 4-5 കിലോ തൂക്കവുമുള്ള 16 കോഴികളാണ് ചത്തത്. 5 ദിവസം മുൻപും 43 കോഴികളെ കഴുത്തൊടിഞ്ഞ് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. 4 ദിവസം മുന്നെയാണ് കൊന്നത്. 40-40 എണ്ണത്തിന് അന്ന് വന്നു. അതിന് പിന്നെ ഒരു 10 എണ്ണം ഇന്നിപ്പോ ഇത്. അപ്പോ എന്താണ് വന്ന് പിടിക്കണെന്ന് വെച്ചാൽ പൂമരി പോലെ ഒരു സാധനം ഓടുന്നുണ്ടെന്നാണ് വൈഫ് കണ്ടപ്പോ പറഞ്ഞത്. ഞാൻ വരുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ ബാബുവിൻ്റെ ചേട്ടൻ മാമച്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 20-21 തീയതികളിലായാണ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായുള്ള ദിവ്യബലിക്കും ലതീഞ്ഞിനും നൊവേനയ്ക്കും ശേഷം തിരുനാളിന് കൊടിയേറി. ജനുവരി 20 ശനിയാഴ്ച രാവിലെ 6:30-ന് ചാഴൂർ ഇടവക വികാരി ഫാദർ സാജൻ വടക്കൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ചയ്ക്കു ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 9:30-ന് ആഘോഷമായ പാട്ടുകുർബാന നടക്കും.
ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിബിൻ തളിയത്ത് സഹകാർമ്മികനാകും. ഫാദർ വിൽജോ നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. രാത്രി 9:20 മുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ KP വിൻസെന്റ്, KP ലാസർ, TV ജോഷി, ജനറൽ കൺവീനർ KT ജോബ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU കണ്ടാണിശ്ശേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. TK ഗിരിജ അധ്യക്ഷയായി. CITU കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി C അംബികേശൻ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, MV സന്തോഷ്, AN സജീവൻ എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും കേരളത്തെ അവഗണിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജനുവരി 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ CITU പ്രവർത്തകർ കുടുംബസമേതം പങ്കെടുക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ദിവസം പൊങ്കാലയും ഭദ്രകാളി പൂജയും ദീപകാഴ്ചയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 16-ന് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പൊങ്കാലയിടൽ, 10:30-ന് പൊങ്കാല സമർപ്പണം എന്നിവ നടക്കും. വൈകിട്ട് 6:30-ന് ദീപകാഴ്ചയും 7 മണിക്ക് ഭദ്രകാളി പൂജയും ഉണ്ടായിരിക്കും. പൊങ്കാല ഇടാൻ വരുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കും. പൊങ്കാല ഇടുന്നതിനായി പുതിയ കലം, അരി, ശർക്കര, വിറക്, നാക്കില, ചട്ടുകം എന്നിവ കൊണ്ടുവരേണ്ടതാണ്. പൊങ്കാല കിറ്റ് ആവശ്യമുള്ളവർ ജനുവരി 15-ന് മുമ്പായി ക്ഷേത്രത്തിൽ 82 81 83 66 49 എന്ന നമ്പറിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നേരിട്ടോ അറിയിക്കണം. ഈ വർഷത്തെ വേല മഹോത്സവം മെയ് 9-ന് വ്യാഴാഴ്ചയും കൊടികയറ്റം ഏപ്രിൽ 29 തിങ്കളാഴ്ചയും നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പൂജകൾക്ക് മേൽശാന്തി നാരായണൻകുട്ടി തിരുമേനിയും വെളിച്ചപ്പാട് റെനീഷ് മാഞ്ചിറയും കാർമ്മികത്വം വഹിക്കും. ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, VM രവികുമാർ, അറുമുഖൻ, PA സുനിൽകുമാർ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ രാജൻ പണ്ടാരപ്പറമ്പിൽ തുടങ്ങിയവർ പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. ചൂണ്ടൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 43-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഋദ്ധം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വിൻസെഷൻ സഭാ മേധാവി ഫാദർ പോൾ പുതുവ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഫാദർ ഫിൻസൻ ചിറയ്ക്ക മണവാളൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ വിറ്റി മേരി വിൽസൺ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് K സുനിൽകുമാർ, മാതൃ PTA പ്രസിഡന്റ് ഡോക്ടർ അഞ്ജു ക്ലയർ, സ്കൂൾ ലീഡർ നിരഞ്ജൻ എന്നിവർ സംസാരിച്ചു. സിനിമാ സീരിയൽ താരം സാഗർ സൂര്യ മാഗസിൻ ലോഗോ പ്രകാശനവും സമ്മാന വിതരണവും നിർവഹിച്ചു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂൾ ബർസാർ ഫാദർ ലിബിൻ, ബാബു ചിറയത്ത്, PA അനുശ്രീ, ജെസി ജോസ്, D ജോസഫ്, VL മിനി, പ്രേമി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേലയ്ക്ക് സാംസ്കാരികോത്സവത്തോടെ തുടക്കമായി. സമ്മേളനം ദേവസ്വം ഓഫീസർ O കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി. പൂരം കമ്മിറ്റി പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ ഇനങ്ങളിൽ ഉന്നതിയിലെത്തിയ പ്രതിഭകളെ ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത് ആദരിച്ചു. സെക്രട്ടറി ജിഷ്ണു പന്തയ്ക്കൽ സ്വാഗതവും ട്രഷറർ ഗിരി മാരാത്ത് നന്ദിയും പറഞ്ഞു. പൂരം കോർഡിനേഷൻ ചെയർമാൻ സുധി പന്തയ്ക്കൽ, PC സന്തോഷ്, K നന്ദകുമാർ, M രാമകൃഷ്ണൻ, ജയൻ മാരാത്ത്, KR പ്രശാന്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറി. 19-ാം തീയതിയാണ് ഭരണിവേല. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ദിവ്യബലിയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രസിദ്ധന്തി വാഴ്ച, അടിമസമർപ്പണം എന്നിവയുണ്ടായി.
തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. RV പുരം വിയാനി ഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. നടത്തറ വികാരി ഫാദർ ജോജു പൊറുത്തൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ സിജേഷ് വാദൂക്കടൻ സഹകാർമ്മികനാകും. കുടുംബ കൂട്ടായ്മകളിലേക്ക് വെഞ്ചരിച്ച് നൽകിയ അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ രാത്രി 11 മണി മുതൽ ദേവാലയാങ്കണത്തിലേക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടെ എത്തി സമാപിക്കും. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ദിവ്യബലിയും ലതീഞ്ഞ് നൊവേന എന്നിവ നടന്നിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കേത്തല, കൈക്കാരന്മാരായ വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ലിൻഡോ വടക്കൻ, ഡെന്നീസ് സി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് 32ാം വാർഷികം നടന്നു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന വാർഷിക സമ്മേളനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VA ജോണി അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി CI മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CU ആലീസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KS ജോർജ് സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് CP തോമസ്, ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി KA ശക്തിധരൻ, വൈസ് പ്രസിഡന്റ് AF ജോണി, നിരീക്ഷകൻ ചാൾസ് P വർഗീസ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ലളിതഗാനം, സിനിമാഗാനം, നാടകഗാനം, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, കവിതാലാപനം, അക്ഷരശ്ലോകം തുടങ്ങിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. അമ്മയ്ക്ക് കൃത്രിമ കാലും മകളുടെ ചികിത്സയ്ക്ക് 1 ലക്ഷം രൂപയും നൽകി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ചിറ്റന്നൂർ വടക്കുംപറമ്പിൽ പരേതനായ വേലായുധൻ ഭാര്യ ഷീബയ്ക്ക് കൃത്രിമകാലും ഡിഗ്രി വിദ്യാർത്ഥിനിയായ മകൾ 24 വയസ്സുള്ള ഗ്രീഷ്മയുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയുമാണ് നൽകിയത്. കാലിലുണ്ടായ മുറിവ് ഉണങ്ങാത്തതിനെ തുടർന്ന് ഇൻഫെക്ഷൻ ബാധിച്ചാണ് ഷീബയുടെ കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. മകൾ ഗ്രീഷ്മയ്ക്ക് പിത്താശയത്തിലുണ്ടായ കല്ല് നീക്കം ചെയ്തെങ്കിലും തുടർന്ന് പാൻക്രിയാറ്റിക് നെക്കോട്ടൈസിംഗ് എന്ന രോഗത്തെ തുടർന്ന് ഇതുവരെ 12 ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണ്ടിവന്നു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. 1 ലക്ഷം രൂപയുടെ ചെക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ ചിറ്റന്നൂരിലെ ഇവരുടെ വീട്ടിലെത്തി നഗരസഭാ കൌൺസിലർ PC ദിവ്യയ്ക്ക് കൈമാറി. ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനാഷ് തെക്കേക്കര, CU സത്യൻ, ഡേജോ ചീരൻ, സതീഷ് കുമാർ പുളിയത്ത്, PM ബെന്നി, ഗിൽബർട്ട് S പാറമേൽ, ജിഷാർ, ജിനീഷ് നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. കാൻ തൃശൂരിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷിയാളൂർ, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, സുധേഷ് പറമ്പിൽ, സ്വപ്ന പ്രദീപ്, ES സുമേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് പ്രകാശ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ചിറനെല്ലൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച രാവിലെ അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പും എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ച് വെക്കൽ എന്നിവയുണ്ടായി. രാത്രി 10:30-ന് മെഗാ ഫ്യൂഷന് ശേഷം അമ്പ് എഴുന്നള്ളിപ്പിന് സമാപനമാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഇയാൽ ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. ഫാദർ സിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30-ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയെ തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വർണ്ണമഴയ്ക്ക് ശേഷം ഗാനമേള അരങ്ങേറും. വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ TT ഫെഡറിക്, CN ജോഷി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. പന്നിത്തടം മഹല്ല് മജ്ലിസുന്നൂർ ദിക്ർ വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 6:30-ന് സയ്യിദ് കൊച്ചുകോയ തങ്ങൾ മഖാം സിയാറത്തോടെ ആരംഭിച്ച സമ്മേളനത്തിന് സയ്യിദ് ഹബീബ് കോയ തങ്ങൾ നേതൃത്വം നൽകി. തുടർന്ന് മജ്ലിസുന്നൂർ വാർഷിക സംഗമം സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ പ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. ഞായറാഴ്ച ദിക്ർ ഹദാദ് വാർഷിക മഹാസംഗമത്തിന് സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ നേതൃത്വം നൽകും. വിശുദ്ധ ഖുർആൻ മനപാഠമാക്കിയവരെയും ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്ന അഡ്വക്കേറ്റ് KN പ്രശാന്തിനെയും ചടങ്ങിൽ ആദരിക്കും. ഇബ്രാഹിം ഫൈസി പഴുന്നാന, മുഹമ്മദ് അലി ലത്തീഫി, ഇസ്മയിൽ ഫൈസി മരത്തംകോട്, യൂസഫ് അലി ഭാഗവി, ഹാഫിൽ ഇസ്ഹാഖ് ഫൈസി ചിറമനേങ്ങാട്, ജുബൈർ സദി കാണിപ്പയ്യൂർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ഇജാസത്ത് പ്രകാരം നടന്നു വരുന്ന ഈ മജ്ലിസ് ആത്മാവ് നഷ്ടപ്പെടുന്ന ആത്മീയത എന്ന വിഷയത്തിലാണ്
ഈ മജ്‌ലിസുന്നൂർ വാർഷിക സംഗമത്തിൽ അല്പനേരം നസീഹത്ത് നടത്തുന്നത്. അല്പം കഴിഞ്ഞാൽ പുലിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ദേശീയ ഉച്ചഭക്ഷണ പദ്ധതിയോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ പാചകപ്പുര നിർമ്മിക്കുന്നതിന്റെ കിച്ചൺ കം സ്റ്റോറിന്റെ തറക്കല്ലിടൽ നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ലൂസി ടീച്ചർ, PTA പ്രസിഡന്റ് രവി വാര്യർ, വൈസ് പ്രസിഡന്റ് ജിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള കരാട്ടെ പരിശീലനവും ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജന ദിനത്തിൽ സാരോപദേശ കഥാപുസ്തകങ്ങൾ സമ്മാനമായി നൽകിയ അധ്യാപകൻ. ദേശീയ യുവജന ദിനത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സാരോപദേശ കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ സമ്മാനിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ PJ സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന ചടങ്ങിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് സാരോപദേശ കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണ കോളേജിലെ സുവോളജി വിഭാഗം മേധാവി TD ശ്രീജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 23 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ യുവജന ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികളായ പാർവണ, ലക്ഷ്മി, കാർത്തിക, അർജുൻ, അഭിഷേക് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതിയും കമ്പ്യൂട്ടർ ഗെയിമുകൾക്കെതിരെ റുബിക്സ് പരിശീലനവും മിഠായി ഉപയോഗത്തിനെതിരെ മധുരനെല്ലിക്ക വിതരണവും നടത്തി. വിദ്യാലയങ്ങളിൽ വിവിധ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അധ്യാപകനായ PJ സ്റ്റൈജു 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയാണ്. ലോകത്തിലെ മഹത്തരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരാളെ പ്രസംഗമാണ് വിവേകാനന്ദനെ കുറിച്ച്. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. അമേരിക്കയിലെ എന്റെ സഹോദരി സംഭവം 1 തൊട്ട് +2 വരെ എല്ലാ ദിവസവും അസംബ്ലിയിൽ പറയുന്നതാണ് ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും. പക്ഷെ കോളേജിൽ ഒക്കെ മറന്നു, മനസ്സിലായ ഒരു പാർട്ടിയുടെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കുക. അപ്പൊ യുവജന ദിനം എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ദിനം. വാഷിംഗ് നഴ്സറികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലേ, നമുക്ക് തരേണ്ടത് വിപ്ലവാത്മകമായ പുസ്തകങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സാരോപദേശ കഥകളാണ്. CCTV ന്യൂസ്, കേച്ചേരി. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള അക്ഷതം സ്വീകരിച്ച് അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന യൂസഫ് അലി കേച്ചേരിയുടെ മകൻ സൂരജും കുടുംബവും. തപസ്യ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുരളി വെള്ളിത്തിരുത്തി, സെക്രട്ടറി സുധീന്ദ്രൻ ചൂണ്ടൽ, ഭാരതീയ വിചാര കേന്ദ്രം മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി ഷാജി വരവൂർ, ബാബുരാജ് കേച്ചേരി, രാഷ്ട്രീയ സ്വയം സേവക് കേച്ചേരി മണ്ഡൽ കാര്യവാഹക് നിഖിൽ, ഹരിദാസ് കാട്ടാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനും തപസ്യ കലാസാഹിത്യവേദി ഭാരവാഹികളിൽ നിന്നും അക്ഷതം സ്വീകരിച്ചു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പുന്നേർകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുമോദന സദസ്സ് നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ സ്കൂളിലെ താരങ്ങളെയാണ് ആദരിച്ചത്. വിദ്യാർത്ഥി പ്രതിഭകളെ തുറന്ന വാഹനത്തിലാണ് ആനയിച്ചത്. തുടർന്ന് പുന്നേർകുളം പഞ്ചായത്ത് ഓഫീസ് റോഡിനു മുമ്പിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകളെ ഷോളണിയിച്ച് ആദരിച്ചു. സംസ്ഥാന വൈറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീനിയർ ബോയ്സിൽ വെങ്കലം നേടിയ മുഹമ്മദ് ഹനാൻ ബിൻ ഫയാസും സംസ്ഥാന കബഡി സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ കൃഷ്ണപ്രിയ, കൃഷ്ണനന്ദ, അനാമിക ജയൻ, സ്കൂളിലെ കായിക അധ്യാപകൻ നാസർ മാസ്റ്റർ എന്നിവരെയാണ് ആദരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, കായിക അധ്യാപകൻ നാസർ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, പ്രിൻസിപ്പൽ രമാദേവി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ, അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം HI റോബിൻസൺ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഓർത്തഡോക്സ് കൺവെൻഷൻ ജനുവരി 19, 20, 21 തീയതികളിൽ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കടമ്പനാട് ഭദ്രാസനത്തിലെ ഫാദർ ജോജി K ജോയ്, കൊല്ലം കുളക്കട ഭദ്രാസനത്തിലെ ഫാദർ ജോൺ T വർഗീസ്, മാവേലിക്കര ഭദ്രാസനത്തിലെ ഫാദർ അജി K തോമസ് എന്നിവർ വചന ശുശ്രൂഷ നടത്തും. 500-ൽ പരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പന്നിത്തടം കോൺകോർഡ് സ്കൂളിൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കിഡ്ഡീസ്, സബ് ജൂനിയർ, കാഡറ്റ്, ജൂനിയർ എന്നീ 4 കാറ്റഗറിയിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്റർനാഷണൽ പ്ലെയറും നാഷണൽ റഫറിയുമായ KA റസീം, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ് വ്യുമൺ ഹൈജംപ് ഗോൾഡ് മെഡലിസ്റ്റ് KH സാലിഹ എന്നിവരെയും സ്കൂളിലെ വിദ്യാർത്ഥിയും നാഷണൽ സ്കൂൾ ഗെയിം മെഡലിസ്റ്റുമായ VU ജിഷ്ണ എന്നിവരുൾപ്പെടെ നാഷണൽ സ്റ്റേറ്റ് തലങ്ങളിൽ മെഡൽ നേടിയ 8 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു.
കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളായി. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, മുൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, സ്കൂൾ മാനേജർ RM ബഷീർ, ട്രസ്റ്റ് മെമ്പർ VA ഗഫൂർ, പ്രിൻസിപ്പാൾ ബീന ഉണ്ണി, PTA പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കവിതാരചന മത്സരത്തിൽ A ഗ്രേഡ് നേടിയ KS അനുശ്രീക്ക് അനുമോദനവുമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ശരത് രാമനുണ്ണി എന്നിവർ അനുശ്രീയുടെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. മറ്റം കല്ലാറ്റ് സതീശൻ രാജശ്രീ ദമ്പതികളുടെ മകളാണ് അനുശ്രീ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും 17 ദിവസം നീണ്ടുനിൽക്കുന്ന കളംപാട്ട് മഹോത്സവത്തിനും ജനുവരി 24-ന് തുടക്കം കുറിക്കും. പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 7-ന് കളംപാട്ട്, 8-ന് വേല മഹോത്സവത്തിന് ക്ഷേത്രം ഊരാളൻ കുന്നത്ത് അപ്പു മൂസത്ത് കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ശരത് നമ്പൂതിരി പൊങ്കാല അടുപ്പിലേക്ക് തീ പകരും. 1000-ഓളം പേർ പൊങ്കാല സമർപ്പിക്കാനെത്തും. 9-ന് പൊങ്കാല സമർപ്പണം നടക്കും. വൈകിട്ട് വേല എഴുന്നള്ളിപ്പ്, ദീപാരാധന. 17 ദിവസം നീണ്ടുനിൽക്കുന്ന കളംപാട്ടിന് കല്ലാറ്റുമന ഹരിക്കുറുപ്പ് കാർമ്മികത്വം വഹിക്കും. താലം എഴുന്നള്ളിപ്പോടെ കളം മാക്കലും പ്രസാദ വിതരണവും നടത്തും. ഫെബ്രുവരി 9 താലപ്പൊലി മഹോത്സവ ദിവസം ദണ്ഡൻ സ്വാമിയുടെ കളമെഴുത്തും പുലർച്ചെ 5 മണിക്ക് ഗുരുതിയും ദണ്ഡനാട്ടവും നടത്തി ഈ വർഷത്തെ മഹോത്സവത്തിന് പരിസമാപ്തിയാകും. മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ സവിത, ശാന്ത ഹരിദാസൻ, വസന്ത, ജയ ബാലകൃഷ്ണൻ, രാധ അപ്പു, ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ ഇ ചിത്ര, ബാബുരാജ്, രമേശൻ ചന്ദിരത്തിൽ, മുകുന്ദൻ എളയച്ചാട്ടിൽ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട കുടുംബ സംഗമം നടത്തി. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന തലക്കെട്ടിൽ ജനുവരി 21-ന് വൈകിട്ട് 4 മണി മുതൽ ചാവക്കാട് സെന്ററിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായാണ് കുടുംബസംഗമം നടത്തിയത്. മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ അയൽക്കൂട്ട കുടുംബസംഗമം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ഷാഫി സുബായി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ബാദുഷ മന്നലാംകുന്ന്, സലീം ബുസ്താനി, മുഹമ്മദ് അലി തിരുവത്ര, PP ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹംസക്കുട്ടി, അലി ബദർപള്ളി, ദാവൂദ്, ശിഹാബ്, മദ്രസ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 94-ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. മൂവാറ്റുപുഴ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യോഹന്നാൻ മാർ തിയോഡോഷ്യസ് ജോവിയറ്റ് 2024 എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ 10 പേർ ഇറങ്ങി കിളച്ചവരെ എടുത്തുകൊണ്ട് വന്നു. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധിയൊന്നും സഹായിക്കില്ല. അതിന് പരിമിതിയുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതുപോലെയുള്ള സാങ്കേതികത്തെ ആഗ്രഹിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കഷ്ടപ്പെടാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ശശി, MPTA പ്രസിഡന്റ് രാജീവ് മണികണ്ഠൻ, പ്രധാന അധ്യാപിക ജൻസി KS, സ്കൂൾ ചെയർമാൻ ഇമ്മാനുവൽ സീമോൻസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ പുരസ്കാർ അവാർഡും വിവിധ എൻഡോവ്മെന്റുകളും ക്യാഷ് പ്രൈസും PTA പ്രസിഡന്റ് വിജിത പ്രജി സമ്മാനിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ലത ജോസഫ്, CC ഷീല, ജലജ C ചെറുവത്തൂർ, ഷാജി KC, ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് MB പോൾ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വിരമിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും മുൻ അധ്യാപകരും ചേർന്ന് ഗുരുവന്ദനം നടത്തി. വിരമിച്ച മുൻ അധ്യാപകരുടെ ഗാനോപഹാരവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജു വർഗീസ് സ്വാഗതവും ജനറൽ കൺവീനർ സുഭാഷ് മാത്യു നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയുടെ ഭാഗമായി നേത്രപരിശോധനയും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പട്ടേക്കാട് നാട്ടുവേദി സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിദ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മർസൂഖ് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. നാട്ടുവേദി സാംസ്കാരിക നിലയം പ്രസിഡന്റ് RP ഷെനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ്, ആശാ വർക്കർ V നവീസക്കുട്ടി, ആരോഗ്യ പ്രവർത്തകർ, ക്ലബ് അംഗങ്ങൾ, പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗും ഗുരുവായൂർ വെൽഫെയർ ലേണിംഗ് സെന്ററും സംയുക്തമായി കുട്ടികൾക്കായി പഠന പ്രശ്ന മാർഗനിർദ്ദേശ സൗജന്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു.
വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് സെക്രട്ടറി എക്സിബ ജോഷ് അധ്യക്ഷയായി. പ്രോഗ്രാം കൺവീനർ രാജീവ് പ്രിൻസ്, വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, വനിതാ വിംഗ് ട്രഷറർ ഷീബ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ വെൽകെയർ ലേണിംഗ് സെന്റർ ട്രെയിനർ ശുഭ സുരേഷ് ക്ലാസ് നയിച്ചു. KKSTU കുന്നംകുളം ഉപജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി CJ ജിജു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് M എലിസബത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി CI ജെയ്മോൻ, CPI മണ്ഡലം സെക്രട്ടറി KT ഷാജൻ മാസ്റ്റർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ഉണ്ടലാത്ത്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാരി ശിവൻ, AKSTU ജില്ലാ വൈസ് പ്രസിഡന്റ് വിനേഷ് ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന M ഗേളി ജോർജ് ടീച്ചറെ സമ്മേളനത്തിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് M എലിസബത്ത്, സെക്രട്ടറി CI ജെയ്മോൻ, ട്രഷറർ ജിജി തമ്പി, വൈസ് പ്രസിഡന്റ് ജിംഷ P ഇട്ടൂപ്പ്, ജോയിന്റ് സെക്രട്ടറി CS സിമി എന്നിവരെ തെരഞ്ഞെടുത്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ചെറുമനേങ്ങാടുള്ള കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി. കുട്ടികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം മുത്തശ്ശിമാർക്കൊപ്പം ഇരുന്ന് കഴിക്കുകയും ചെയ്തു. ശേഷം പാട്ടുപാടിയും നൃത്തം കളിച്ചും കൊച്ചുവർത്തമാനം പറഞ്ഞും അന്തേവാസികൾക്കൊപ്പം ചിലവഴിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത, അധ്യാപിക ബജിഷ എന്നിവർ നേതൃത്വം നൽകി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ് യോഗ്യത നേടിയ ലിപ്സാന ഹംസയെ ഓട്ടോലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കടപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉപഹാരം നൽകി. ഓട്ടോലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി KK മുബാറക്, പ്രസിഡന്റ് TS ദാസൻ, വാർഡ് മെമ്പർ റാഹില വഹാബ്, മേഖലാ സെക്രട്ടറി NM ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഹാങ്ങിംഗ് പോട്ട് മത്സരം സംഘടിപ്പിച്ചു. പാഴ്വസ്തുക്കൾ, ചിരട്ട, ചകിരി എന്നിവ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ മനോഹരങ്ങളായ ഹാങ്ങിംഗ് പോട്ടുകൾ നിർമ്മിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, സീഡ് കോർഡിനേറ്റർ TR രാധിക, സുരേഖ TS എന്നിവർ നേതൃത്വം നൽകി. അൻസാർ വുമൺസ് കോളേജിലെ NSS 137 യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കണ്ണാത്തുവളപ്പിൽ KM ഹംസയുടെ പാടശേഖരത്തിലാണ് നെൽകൃഷി ഇറക്കിയിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച നാളെക്കൊരു കതിർ എന്ന പരിപാടിയുടെ ഭാഗമായാണ് കോളേജിലെ NSS യൂണിറ്റ് കൃഷി ഇറക്കിയത്. അൻസാർ വുമൺസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കമാലുദ്ദീൻ, പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ്, അധ്യാപകർ, NSS വോളണ്ടിയേഴ്സ്, പാടശേഖര കമ്മിറ്റിക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി. ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള CAN തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹെൽത്ത് ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, എരുമപ്പെട്ടി DLC സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ S ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, VK സേതുമാധവൻ, K ജിഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചരമം കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പിൻവശം പരേതനായ ഇട്ടേശൻ മകൻ ജോർജ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയാണ്. ജിയോ, റിജി എന്നിവർ മക്കളാണ്. കുന്നംകുളം മിഷൻ ക്വാർട്ടേഴ്സിൽ പരേതനായ എഴുത്തുപുരയ്ക്കൽ ജോൺ ഡേവിഡ് മകൻ മാത്യു മനോഹർ എന്ന ബോബൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയേർഡ് ഓഡിറ്ററായിരുന്നു പരേതൻ. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3:30 CSI സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ആനായിക്കൽ ചീരോത്ത് മാധവൻ മാഷിന്റെ അനിയൻ ശ്രീനിവാസൻ ലണ്ടനിൽ വെച്ച് നിര്യാതനായി. 95 വയസ്സായിരുന്നു. ലീല ഭാര്യയാണ്. ഷീല, സലിം, സജി എന്നിവർ മക്കളാണ്. വേലൂർ കുറുമാൽ പെരുവഴിക്കാട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പത്മാവതി ഭാര്യയാണ്. ധന്യ, സനോജ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
അണ്ടത്തോട് വീട് കയറി ആക്രമം, ഒരാൾക്ക് കുത്തേറ്റു, 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യമെന്ന് കുടുംബം. പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. പാറേമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. തിരുവത്ര അത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. അടയ്ക്കമോഷണം പതിവാക്കിയ 2 അംഗ സംഘം അറസ്റ്റിൽ. CCTV നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം പോലീസ് പ്രതികളെ പിടികൂടിയത്. ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം അഗ്നിബാധ. മന്നലാംകുന്ന് പടിഞ്ഞാപ്പുറത്ത് ബാദുഷയുടെ പറമ്പിലെ തെങ്ങുകളും മാവിൻ തൈകളും കത്തിനശിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി. പഞ്ചായത്ത് മെമ്പർ M. വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.